ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ രാജിവെച്ചത് എന്തിനാണ് എന്നുള്ള ചോദ്യം അദ്ദേഹം രാജിവെച്ചത് മുതൽ ഓരോ ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്നതാണ്. എന്തുകൊണ്ടായിരിക്കും ഈ അസ്വാഭാവികമായ രാജിക്ക് കാരണം? അതായത് തരൂറിനെ ഉപരാഷ്ട്രപതിയാക്കാനുള്ള കേന്ദ്രത്തിന്റെ നീക്കമാണോ? നമുക്കറിയാം, തരൂർ കോൺഗ്രസുമായി വലിയ രീതിയിൽ ഉടഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. കോൺഗ്രസുമായി മുന്നോട്ട് പോകാൻ തരൂറിന് ഒരുവിധമായ പ്ലാനും ഇല്ല എന്നുള്ളത്. പക്ഷെ കോൺഗ്രസ് രണ്ട് വാതിലും തുറന്നിട്ട് കൊടുത്തു, തരൂർ ഇറങ്ങിപ്പോകുന്നില്ല എന്ന് മാത്രമാണ്. അവിടെയാണ് കേന്ദ്ര സർക്കാർ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നത്. തരൂർ മാത്രമല്ല, ആരിഫ് മുഹമ്മദ് ഖാൻ, ശ്രീധരൻ പിള്ള അടക്കമുള്ളവരുടെ പേരുകൾ പരിഗണിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്നതാണ്. എന്നാൽ ചില ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ചില വിവരവുമില്ലാത്ത ആളുകൾ പ്രചരിപ്പിക്കുന്ന ചില നുണക്കഥകളുണ്ട്. അതായത് ഏറ്റവും അവസാന മണിക്കൂറിൽ കേന്ദ്ര സർക്കാരുമായി പിണങ്ങിയുള്ള ധൻഖറിന്റെ രാജിയാണ് നമ്മൾ കണ്ടത്. അമിത്ഷായും മോദിയുമായുള്ള ഒരു ഈഗോ ക്ലാഷ് ആണ് ജഗദീപ് ധൻഖറിനെ ഇതിൽ നിന്ന് രാജിയിലേക്ക് നയിച്ചത് എന്നുള്ള ചില ആളുകളുടെ വിവരമില്ലാത്ത ന്യായങ്ങൾ പുറത്തു വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിൽ എന്താണ് സംഭവിച്ചത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ജഗദീപ് ധൻഖറിന് മാത്രം അറിയാവുന്ന കാര്യങ്ങളിൽ ചിലർ അങ്ങ് പ്രഡിക്ഷൻ വെക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ചില കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരുമായി അദ്ദേഹത്തിന് വിവേചനമുണ്ടായിരുന്നു. അതായത് കേന്ദ്ര സർക്കാർ പറയുന്ന ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ആ എതിർപ്പുകൾ മറികടന്ന് കേന്ദ്ര സർക്കാർ പലപ്പോഴും അദ്ദേഹത്തിന് മുകളിലേക്ക് വളരാൻ അല്ലെങ്കിൽ മുകളിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള ഈഗോ ക്ലാഷിലാണ് അദ്ദേഹം ഈ രാജിയിലേക്ക് നീങ്ങിയതെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ശശി തരൂർ ആ പദവിയിലേക്ക് വന്നാൽ അത് നല്ലതാണ് എന്ന് ചിന്തിക്കുന്ന കുറെ ആളുകളുണ്ട്. അല്ലെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ആണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മളൊക്കെ കണ്ടതാണ്. മാത്രമല്ല ശ്രീധരൻ പിള്ളയാണെങ്കിലും ആരാണെങ്കിലും അതിലേക്ക് വന്നാൽ, ഉപരാഷ്ട്രപതി പദത്തിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും അത് വലിയൊരു മാറ്റത്തിന് വഴിതെളിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇവിടെ ഏറ്റവും പ്രധാനമായി പറയുന്ന കാര്യം ഒരു അസാധാരണമായ രാജിയാണ് ജഗദീപ് ധൻഖറിന്റെ എന്നാണ് പറയുന്നത്. അതായത് വർഷകാല സമ്മേളനത്തിന് ശേഷം സഭ നിയന്ത്രണങ്ങളൊക്കെ അദ്ദേഹം എടുത്തതിന് ശേഷമാണ് അദ്ദേഹം ഈ രാജി അറിയിക്കുന്നത്. അതായത് ഈ സഭ പിരിഞ്ഞ് രാത്രി 9:25 ആരോഗ്യ കാരണങ്ങളാൽ ഞാൻ രാജിവെക്കുന്നു എന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത്. മാത്രമല്ല തിങ്കളാഴ്ച രാജ്യസഭയിൽ 62 മിനിറ്റ് അദ്ദേഹം നടപടികൾക്ക് നേതൃത്വം നൽകി. 5 പുതിയ എംപിമാരെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചു. അതിനുശേഷം പഹൽഗാം ഭീകരാക്രമണത്തിൽ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിച്ചു. സായുധ സേനയുടെ ഈ ഒരു മുന്നേറ്റത്തെ അദ്ദേഹം അഭിനന്ദിച്ചു. മാത്രമല്ല പിന്നെ ഈ അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ മരിച്ചവരെ, അവരുടെ കുടുംബാംഗങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വർഷകാല സമ്മേളനത്തിന്റെ തുടക്കം. അതിനുശേഷം അദ്ദേഹം ഈ ചൊവ്വാഴ്ച ഭരണ പ്രതിപക്ഷ എംപിമാർ പങ്കെടുക്കുന്ന കാര്യോപദേശ സമിതി യോഗം നിശ്ചയിക്കുകയും ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം രാജിവെച്ചത്. അപ്പോൾ ഇതിലൊക്കെ കേന്ദ്ര സർക്കാർ അമിത്ഷായ്ക്കും മോദിക്കും ഇടയിൽ അല്ലെങ്കിൽ ധൻഖറിനും ഇടയിലുള്ള എന്തോ സ്വരച്ചേർച്ച ഇല്ലായ്മയാണ് ഇത്തരത്തിൽ പിന്നെ ഈ രാജിയിലേക്ക് നയിച്ചത്. സംഘപരിവാറിന്റെ ചില നേട്ടങ്ങൾ ഇദ്ദേഹത്തിലൂടെ നേടാൻ കഴിയാത്തത് കൊണ്ടാണ്, അവർക്ക് ക്രെഡിറ്റ് എടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ജഗദീപ് ധൻഖർ രാജിവെച്ചതെന്നൊക്കെയാണ് ചില ആളുകൾ പറയുന്നത്. അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലും ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലും ഉപരാഷ്ട്രപതിയുടെ വസതിയിലുമൊക്കെ പോയിരുന്ന് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി പറയുന്നവരെ പോലെയാണ് ചിലർ ഇരുന്ന് വീമ്പിളക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഈ പിന്നെ എന്താ പറയുക, കേന്ദ്ര സർക്കാരിനെ താറടിച്ച് കാണിക്കാനായി അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ജഗദീപ് ധൻഖർ രാജിവെച്ചത് എന്ന് വരുത്തി തീർക്കാനുള്ള ചില ഗൂഢനീക്കങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, 74 വയസ്സായി, ഹൃദയ സംബന്ധമായ അസുഖമുണ്ട്. 2025 ജൂൺ മാസത്തിൽ അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം കുഴഞ്ഞു വീഴുകയും അവിടെ നിന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിക്കുകയും അപ്പോൾ ആശുപത്രിയിൽ പ്രവേശിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ രോഗമുണ്ടെന്ന് മനസ്സിലാക്കുകയും തുടർന്ന് ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിനുശേഷം അദ്ദേഹം ആരോഗ്യത്തിൽ കുറച്ച് വീക്കായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിൽ ഈ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്
യശ്വന്ത് ശർമ്മ എന്ന് പറയുന്ന ഒരു ജസ്റ്റിസ്, അത് ആ പേര് നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. ഈ മാർച്ച് മാസത്തിൽ യശ്വന്ത് ശർമ്മ എന്ന് പറയുന്ന ഒരു ജഡ്ജിയുടെ വീട് തീ പിടിക്കുമ്പോൾ കോടിക്കണക്കിന് നോട്ടുകളാണ് അവിടെ നിന്ന് കത്തിപ്പോകുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ചില അന്വേഷണങ്ങളൊക്കെ നടത്തി അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യണം എന്നുള്ള ഒരു നിലപാട് വന്നു. ഈ നിലപാട് കേന്ദ്ര സർക്കാർ, അതായത് ഈ ഭരിക്കുന്ന സർക്കാർ ആയതുകൊണ്ട് ഈ നിലപാട് അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യണം, അദ്ദേഹം അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ പേരുകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ ഇക്കാര്യത്തിൽ ഈ സ്ഥാനത്ത് വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു നിലപാട് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് പ്രതിപക്ഷ എംപിമാർ ഇയാൾക്കെതിരെ ഒരു നോട്ടീസ്, ഒരു പ്രമേയം അവതരിപ്പിക്കുന്നു. ആ പ്രമേയത്തിൽ ജഗദീപ് ധൻകർ ഒപ്പുവെക്കുന്നു. ഇത് ഈ യശ്വന്ത് ശർമ്മയെ ജഡ്ജിയായ യശ്വന്ത് ശർമ്മയെ പുറത്താക്കാനായി പ്രതിപക്ഷം ഇടപെട്ടു. അത് പിന്നെ പ്രതിപക്ഷത്തിന് ആ ക്രെഡിറ്റ് കിട്ടി എന്നുള്ള പേര് വന്നപ്പോൾ ആ പ്രമേയത്തിൽ ജഗദീപ് ധൻകർ ഒപ്പുവെക്കില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വിചാരിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം ഒപ്പുവെച്ചു. അത് തങ്ങൾക്ക് മീതെ ജഗദീപ് ധൻകർ വളരുന്നു എന്നതിന്റെ സൂചനയാണ് അതിലൂടെ കാണിക്കുന്നത്. അതുകൊണ്ട് ഇനി അദ്ദേഹത്തെ വച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല എന്നുള്ള ചില നിഗമനങ്ങളിൽ കേന്ദ്ര സർക്കാർ, അതായത് മോദി അമിത്ഷായും ഒക്കെ എത്തി. അങ്ങനെ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് രാജിവെക്കണമെന്നിവർ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യ കാരണങ്ങളാൽ അദ്ദേഹം രാജിവെച്ചത് എന്നാണ് ഇപ്പോൾ ചില ആളുകൾ പറഞ്ഞു പരത്തുന്ന ചില കരക്കമ്പികൾ എന്ന് പറയുന്നത്. അതായത് ഇവരൊക്കെ ഡൽഹിയിൽ ചെന്നിരുന്ന് നരേന്ദ്രമോദിയോടും നരേന്ദ്രമോദിയുടെ ഓഫീസിലും അമിത്ഷായുടെ ഓഫീസിലും രാഷ്ട്രപതിയുടെ വസതിയിലുമൊക്കെ ചെന്നിരുന്ന് അവരോട് കാര്യങ്ങൾ ചോദിച്ച് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി അറിഞ്ഞതിന് ശേഷം വന്ന് മാധ്യമങ്ങളോട് പറയുന്നതാണ് ഇതൊക്കെ. അല്ലെങ്കിൽ ഈ ഓഫീസുകളിലേക്ക് ഇവർക്ക് ചാരന്മാരുണ്ടാകും. ആ ചാരന്മാർ അറിയിച്ചതായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ജഗദീപ് ധൻകർ രാജിവെച്ച് ഒഴിഞ്ഞത്. അതുകൊണ്ട് നരേന്ദ്രമോദിയും അമിത്ഷായ്ക്ക് മുകളിലൂടെ അദ്ദേഹം വളർന്നു കഴിഞ്ഞാൽ അത് കേന്ദ്ര സർക്കാരിന് വലിയ ഭീഷണിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, 74 വയസ്സുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം വർഷകാല സമ്മേളനം തുടങ്ങിയതിന് ശേഷമാകും അദ്ദേഹത്തിന്റെ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഒരുപക്ഷെ കൂടിയത്, നമുക്കറിയില്ല. ഇപ്പോൾ രാത്രി ഈ വർഷകാല സമ്മേളനമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴായിരിക്കും അദ്ദേഹത്തിന് ഒരു നെഞ്ചുവേദന വന്നത്. അത് പിന്നെ ചിലപ്പോൾ അത് പുറത്തറിയാത്തതായിരിക്കാം. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം ചിലപ്പോൾ രാജിവെക്കണം എന്ന് തീരുമാനിച്ചത്. അതിന് കേന്ദ്ര സർക്കാരിന്റെയും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ തലയിൽ കൊണ്ടുവച്ചിട്ട് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇതിൽ പിന്നെ എന്താ പറയുക കാര്യങ്ങൾ വന്നത്. അത് മാത്രമല്ല അദ്ദേഹം രാജിവെച്ചതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ, അതായത് മല്ലികാർജുൻ ഖാർഗെക്ക് അറിയേണ്ടത് പഹൽഗാം ഭീകരാക്രമണത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ട്രംപ് വന്നോ എന്നതാണ് മല്ലികാർജുൻ ഖാർഗെക്ക് അറിയേണ്ടത്. അത് മല്ലികാർജുൻ ഖാർഗെ അറിയേണ്ട കാര്യമില്ല. കാരണം ഇത് ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല. 70 വർഷം ഭരിച്ച് ഇന്ത്യയെ നശിപ്പിച്ച കോൺഗ്രസ് അല്ല ഇപ്പോൾ ഭരിക്കുന്നത്. ഇപ്പോൾ നല്ല ചങ്കുറപ്പും നല്ല തന്റെ ഇടവും നിലപാടുകളുമുള്ള BJP സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. അതുകൊണ്ട് മധ്യസ്ഥതയുടെ ആവശ്യമില്ല. അവർ നയതന്ത്ര പ്രകടനം കൊടുത്തപ്പോൾ തന്നെ, മാത്രമല്ല കിരാന ഹിൽസിൽ ബ്രഹ്മോസ് മിസൈൽ ഒരു ഭാഗത്ത് വീണപ്പോൾ തന്നെ അടിയറവ് പറഞ്ഞവരാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് പാകിസ്ഥാൻ ഖാർഗെയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത്, അല്ലെങ്കിൽ ഖാർഗെയുടെ ചോദ്യങ്ങൾ കൃത്യമായി സഭാരേഖകളിൽ എഴുതി ചേർക്കേണ്ടത് ഉപരാഷ്ട്രപതിയുടെ അനുമതിയോട് കൂടിയാണ്. പക്ഷെ ഇവിടെ നദ്ദയാണ് അതിൽ മറുപടി പറഞ്ഞത്. ഈ കാര്യങ്ങൾ ഇതിൽ സഭാരേഖകളിൽ എഴുതി ചേർക്കേണ്ടത്. അതുകൊണ്ടാണത്രേ ജഗദീപ് ധൻകർ രാജിവെച്ചത്. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഓരോരുത്തരിരുന്ന് വിളിച്ചു പറയുന്നതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരാൾ വന്നിരുന്ന് പറയുകയാണ്, എനിക്ക് ആരോഗ്യ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെക്കുന്നു. എന്നാലും വെറുതെ വിടൂല. കാരണം ആ വഴി കൂടെ പോവാത്ത മോദി അമിത്ഷായും കൂടെ പിടിച്ചൊന്ന് താഴ്ത്തിയിട്ട് 2 കുത്തുകുത്തിയ ചിലർക്ക് വലിയ ആശ്വാസവും 5 വീസും കിട്ടും. അതുകൊണ്ടാണ് ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും അടുത്ത ഉപരാഷ്ട്രപതി ആരായിരിക്കാം അത് കാത്തിരുന്നത് തന്നെ കാണാം.